ഏറ്റവും മാതൃകാപരമായ വിധി പുറത്തു വന്ന ശേഷം നമുക്കിപ്പം ചേരുന്നത് ഷാരോണിന്റെ കുടുംബാംഗങ്ങളാണ്. ഷാരോണിന്റെ മാതാപിതാക്കളുണ്ട്. രണ്ടുപേർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കടന്നുപോകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. ഷാരോണിന്റെ സഹോദരൻ ഷിമോനാണ് നമുക്കൊപ്പം ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ വിധിയെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഈ വിധിയിൽ പൂർണ്ണ തൃപ്തരാണ്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയുള്ളൊരു വിധിയായിരുന്നു വന്നത്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാറ് കോടതിയിൽ വാദത്തിൻ്റെ അന്നും ഇത് തന്നെയായിരുന്നു വാദിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള പോയിന്റ്സ് എല്ലാം സാറ് തന്നെ വാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള, അതായത് നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെയാണ് തന്നിട്ടുള്ളത്. അതിൽ പൂർണ്ണ തൃപ്തരാണ്. ശിവൻ, ഈ ഉത്തരക്കേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ആദ്യം ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു, അതിൽ മരണം സംഭവിക്കുന്നില്ല. അങ്ങനെ വീണ്ടും അണലിപ്പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു. ആദ്യം അണലിയും പിന്നീട് മൂർഖനെയും. അതുപോലെ ഇതിൽ ആദ്യം പാരസെറ്റമോൾ കൊടുക്കുന്നു, മരണം സംഭവിക്കുന്നില്ല. വീണ്ടും ഈ കാപ്പിക് എന്ന് പറയുന്ന വിഷം അത് കൊടുക്കുകയാണ്. തുടരെ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഷീമോൻ ഈ കേസിന് പിറകെ ഇങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഇത് തെളിയാതെ പോകുമായിരുന്നു. എന്തായിരുന്നു അന്ന് ഷീമോന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ കേസിന്റെ പിറകിൽ പോകാൻ? പ്രത്യേകിച്ച് ആയുർവേദം പഠിച്ച ആളാണ്. അത് തുടക്കത്തിൽ ഷാരോൺ തന്നെയാണ് പറഞ്ഞത്. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഫ്രൂട്ടി കുടിച്ചതിന് ശേഷം ഛർദിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അവിടെ നിന്നാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പിന്നെ തുടർന്ന് ബ്ലാക്ക് കളറിൽ മോശം പോയി. അപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഡോക്ടറും പറഞ്ഞായിരുന്നു പോയിസൺ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനെ തുടർന്ന് ഞങ്ങളുടേതായ രീതിയിൽ ഞാനും പപ്പയും കസിനൊക്കെ ആയിട്ട് അന്വേഷിച്ചു. വാട്സപ്പിലൂടെയും കോൾ ചെയ്തൊക്കെ അന്വേഷിച്ചു. ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. അത് കൂടാതെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുമ്പും അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് പാരസിറ്റമോൾ ചലഞ്ച്. ഇന്നത്തെ ജഡ്ജ്മെന്റിൽ ജഡ്ജി അത് വളരെ വ്യക്തമാക്കി ഓരോ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പാരസെറ്റമോളിനെ കുറിച്ച് ഒരുപാട് സെർച്ച് നടത്തിയാണ് അത് അന്ന് കൊടുത്തത്. അന്ന് അവൻ തുപ്പിക്കളഞ്ഞതുകൊണ്ട് അന്ന് അവനൊന്നും സംഭവിച്ചു. ചെകുത്താന്റെ ചിന്താഗതി ഉണ്ടായിരുന്ന ആളാണ് പ്രതിയെന്നാണ് കോടതി കണ്ടെത്തിയത്. ഷാരോൺ അനുഭവിച്ച വേദന ശാരീരികമായി തന്നെ ചുണ്ടു മുതൽ ശരീരഭാഗങ്ങൾ മുഴുവൻ ഇങ്ങനെ വേദനിക്കുന്നൊരവസ്ഥ, ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ കേടാവുന്നൊരവസ്ഥ. എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് സഹോദരൻ? തീർച്ചയായിട്ടും അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികമാണ് ഒരു വേദന. കാരണം അവൻ്റെ ഇത് ഉള്ളിലോട്ട് പോയ നെക്സ്റ്റ് ഡേ തൊട്ട് ചുണ്ട് മുതൽ ഇങ്ങനെ വിണ്ട് കീറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഉള്ളിലുള്ള ഓരോന്നും. അപ്പോൾ നമ്മളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതൊക്കെ പരിശോധിച്ച് അറിയാൻ പറ്റും. ഒരുപാട് ഭയങ്കര വേദന സഹിച്ചിട്ടാണ് അവൻ നിന്നത്. ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. ഇതിൽ ഒരു പ്രതി ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. നിയമപോരാട്ടം തുടരുമോ? ആ പ്രതിയെ കൂടി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട്, അതായത് ഗ്രീഷ്മയുടെ അമ്മയെ. ആ പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ ശരിക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതി പോയത്. ആ ഒരു കോടതി വിധിയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ബാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഗ്രീഷ്മയ്ക്കും അമ്മാവനും നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് വന്നത്. ഈ വിധി ഏറ്റവും തൃപ്തികരമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഭയങ്കര തൃപ്തികരമാണ്. എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.